നായി തന്നെയാണെന്ന് തോന്നുന്നത്. ഒരാൾ ഉറങ്ങുന്നുണ്ട്, എന്താ പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, നല്ല ഉറക്കം. എല്ലാവരും ആളുകളിലായിട്ട് ഉറങ്ങുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കം. ഇതൊരു ഒന്നൊന്നര സാധനം കേട്ടോ, ഫുൾ കളർഫുൾ. മോക്കത് ഇഷ്ടമായി. മോൾ ഇത്രയും സമയം ഒന്നും കാര്യമായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. ഇത് കണ്ടപാടതാ നോക്കാൻ തുടങ്ങി. ഇത് ഒഴുകുന്ന അതിനടക്കം ചെമ്മീനുണ്ട്. വേറെ എന്തോ ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അതെന്താന്ന് പുറത്തേക്ക് വരുന്നില്ല. കാറ്റ് ഫിഷ്. അത് അതിൻ്റെ വയ്യ തന്നെ നോക്കും. അരപ്പയ്മേൻ്റെ വേറെ മോഡലാകും അല്ലേ. ഒന്നുകൂടി പൊളിച്ചു. കുഞ്ഞന്നെ വലിയ ഉരുളിയായത്. ഇതിന് വിഷമുള്ളതായിരിക്കൂലേ? ഇനി പലതരം എലികളാണ്. എല്ലാവരും ഉറക്കാണ്. അത് ഉറങ്ങുന്ന സമയമാണ്. എന്റെ ദൈവമേ, അല്ലേ വലിയ കല. അവരെ ഉറക്കം കഴിഞ്ഞു. ഉറക്കം കഴിഞ്ഞ് പല്ലുതേപ്പ് കുളിയോ. കുളിക്കുന്ന കേട്ടതാ. ഒരാൾ നല്ല വൃത്തിയിൽ തേച്ച് വരച്ച് കുളിക്കുന്നത്. ഇല്ല, ഒരാൾ നീന്തി കുളിക്കുന്ന. അതാ സോപ്പെല്ലാം തേച്ചതേ വെള്ളത്തിലിറങ്ങി. സോപ്പെല്ലാം തേച്ച് വെള്ളത്തിലിറങ്ങി കുളി വന്നതാ. ഉണ്ടാ അയ്യോ. ഓ, അയാളെ കുളി കഴിഞ്ഞ് വേറെ പോന്നു. ഏഴാമ്പലിനെ പോലത്തെ ഒരു തരം പക്ഷിയായിരുന്നു. നല്ല വലിയ കൊക്കല്ലായിട്ടുള്ളത്. ഇത് അതിൻ്റെ ഇടയിൽ വേറെയുണ്ട്. ഇതിനെ നോക്കാൻ ഏൽപ്പിച്ചതാ തോന്നുന്നു. ഇത് മുകളിലിരുന്ന് നോക്കും. ഒരാൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലിരിക്കും. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ കയറുന്ന സമയത്ത് ഇതാണ് പുറത്തുനിന്നുള്ളൊരു വ്യൂ. പിന്നെ ടിക്കറ്റ് ഇതാണേ. ഒരാൾക്ക് എൻട്രി ഫീസ് 150 രൂപയാണ് വരുന്നത്. നമ്മൾ
പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തൊട്ടിപ്പുറം തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ. അവിടെ വന്നിരുന്നിട്ടുള്ളത്. നോക്കുമ്പോൾ ഇവിടെ എന്താണെന്നറിയില്ല, ഒന്നും തുറന്നിട്ടൊന്നും കാണുന്നില്ല. കുറച്ച് ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടൊന്നും തുറന്നിട്ടൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് കളിക്കേണ്ട കാര്യങ്ങൾ കാര്യമായിട്ട് കുട്ടിയൊക്കെ കളിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ എന്താ ഒരു ഊഞ്ഞാലിലിരുന്ന് ആടുന്നു ഞാൻ മോള്. ഏട്ടൻ എന്താ ആടാ ഫിഷ് സ്പാന്ന് കണ്ടിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല പാർക്കെല്ലാം ഇട്ടിട്ടാ. കുട്ടികളെല്ലാം ആയിട്ട് വരുന്നവർക്ക് നല്ലതാണ്, കളിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. എടി മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. വേണ്ട ഒന്നും തുറന്നിട്ടില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അത് എന്നെ എവിടെയോ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, എവിടെയാണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. അതെടുത്തിട്ട് ഇങ്ങോട്ട് വാ, വലിച്ചു കൊണ്ടുവരാനല്ല പറഞ്ഞേ. എന്ന് കുന്തം കിടക്കും. പഠിച്ചല്ല ഇങ്ങോട്ട് ഇതിലോട്ട് അടുപ്പിച്ചു വാ. അടക്ക് നമ്മള് മാട്ടൂരിൽ നിന്ന് ആ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ സ്വന്തം കണ്ണൂരുകാരെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് വന്നത്. എനിക്ക് വിശേഷമായിട്ട് 5-ാം മാസം കാണാൻ തോന്നുന്നു ലാസ്റ്റ് ഇങ്ങോട്ട് വന്നേ. പിന്നെ ഏട്ടൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതിന് ശേഷം മോളെ 6 മാസം അപ്പോൾ അതിങ്ങോട്ട് മോളെ അനുഷ് നമുക്ക് 3 മതി. ഏട്ടനെന്താ വേണ്ടേ?